ഇപ്പോൾ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വി കെ സനോജ്, താങ്കൾ അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു. രാജ്യമുറ്റു നോക്കുന്ന വലിയൊരു പ്രതിഷേധത്തിന് കേരളം ഒരുങ്ങുമ്പോൾ അവിടെ UDF പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിരിക്കുന്നു. ഇത് നേരത്തെ തന്നെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവും ഉപനേതാവും ഒക്കെ പങ്കെടുത്തതാണ്. ചെറിയൊരു പ്രതീക്ഷ അതിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. എന്നാൽ ഇപ്പോൾ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സംസ്ഥാന ഗവൺമെന്റ് കേരളത്തിന്റെ വിശാലമായ താല്പര്യത്തെ മുൻനിർത്തിയാണ് പ്രതിപക്ഷത്തെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ശക്തമായ സമരം വേണം എന്ന് പറഞ്ഞത്. സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് വെച്ച, പ്രതിപക്ഷ നേതൃത്വവുമായി സംസാരിക്കുമ്പോൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ, കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങേയറ്റം ദ്രോഹകരമായ കാര്യങ്ങൾ സംബന്ധിച്ച് പ്രതിപക്ഷത്തിന് അന്ന് വിയോജിപ്പൊന്നും ഉണ്ടായിട്ടില്ല. പ്രതിപക്ഷം UDF-നകത്ത് ആലോചിച്ച് പറയാം എന്നാണ് പറഞ്ഞത്. പക്ഷെ പ്രതിപക്ഷം എപ്പോഴും, പ്രത്യേകിച്ച് കോൺഗ്രസ്, അവരുടെ രാഷ്ട്രീയമായ നേട്ടം മാത്രമേ നോക്കുന്നുള്ളൂ. കേരളത്തിന്റെ വിശാലമായ താല്പര്യങ്ങൾ പരിഗണിക്കുന്നേയില്ല. അതിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് നേരത്തെയും കാണാൻ കഴിയും. ഇപ്പൊ കേരളത്തിൽ നിന്ന് 18 MP-മാർ ഇവിടെ ഉണ്ടല്ലോ പാർലമെന്റിൽ. 18 പേര് UDF-ന് വേണ്ടിയുണ്ട്, UDF-ന്റെ പ്രതിനിധികളായിട്ടുണ്ട്. പക്ഷെ ഒരു ഘട്ടത്തിലും കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ശക്തമായ ശബ്ദമുയർത്തുന്ന ഒരു അനുഭവം നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ 18 MP-മാരുടെ കരുത്ത് ഇന്ത്യയുടെ പാർലമെന്റിൽ പ്രകടിപ്പിക്കാൻ നിരവധി അവസരങ്ങളുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്തു? അവരൊന്നും ചെയ്തിട്ടില്ല. കേരളത്തിന് വേണ്ടി ഒരു നിവേദനത്തിൽ ഒപ്പുവെക്കാൻ പോലും അവർ നേരത്തെയും തയ്യാറായിട്ടില്ല. അപ്പൊ അവർക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ: കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ ഉപദ്രവിച്ച് കേരളത്തിന്റെ വികസനം അട്ടിമറിക്കപ്പെടട്ടെ, കേരളത്തിലെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നല്ല നിലയിൽ നടന്നു പോകുന്ന കാര്യങ്ങളൊക്കെ ഇല്ലാതാവണം, കേരളത്തിലെ പെൻഷൻ അട്ടിമറിക്കണം, കേരളത്തിലെ ലൈഫ് പദ്ധതി ഇല്ലാതാവണം, കേരളത്തിലെ റോഡും പാലവും സ്കൂളിലെ വികസനവും ആശുപത്രിയുടെ വികസനവും എല്ലാം ഇല്ലാതാവണം. അതൊക്കെ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് എന്ന് പ്രചരിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അവരൊരു ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ എല്ലാം ഉൽപ്പന്നമായിട്ടാണ് മറിയക്കുട്ടിയെ പോലുള്ള ആളുകൾ കേരളത്തിൽ രംഗപ്രവേശം ചെയ്യുന്നത്. എന്തുകൊണ്ട് മറിയക്കുട്ടി എന്ന ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതാണ്. എങ്ങനെയാണ് മറിയക്കുട്ടി കേരളത്തിന്റെ ഒരു സമരനായികയായിട്ട് വളർന്നു വരുന്നത്? യഥാർത്ഥത്തിൽ 57,400 കോടി കേരളത്തിന് കിട്ടാനുള്ളപ്പോ ആ 57,400 കോടി കേരളത്തിന് കിട്ടാത്തത് കൊണ്ടാണ് മറിയക്കുട്ടിമാർക്ക് പെൻഷൻ മുടങ്ങുന്നത്, കേരളത്തിലെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ താളം തെറ്റുന്നത്, കേരളത്തിലെ മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് മങ്ങലേൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം മൂടിവെച്ചിട്ട് ഇതിന്റെ എല്ലാം ഉത്തരവാദി സംസ്ഥാന ഗവൺമെന്റ് ആണ് എന്ന് വരുത്തി തീർക്കാൻ UDF ശ്രമിക്കുന്നു. അപ്പൊ UDF ഈ സമരത്തിന്റെ ഭാഗമായി അണിനിരന്നാൽ അവര് തന്നെ കെട്ടിപ്പൊക്കിയ പല കള്ളങ്ങളും പൊളിഞ്ഞു പോകും എന്ന് അവർക്കറിയാം. അപ്പോ രാഷ്ട്രീയമായ കുട്ടില ബുദ്ധിയാണ് UDF-ന്റെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളീയ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. ഇപ്പോൾ ഈ UDF ഏകോപന സമിതി യോഗത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം കോൺഗ്രസിന്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഈ പ്രതിഷേധത്തിൽ സഹകരിക്കേണ്ട എന്നൊരു നിലപാടിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, കോൺഗ്രസ് BJP-യുമായി കൈകോർക്കുന്നെന്ന് തുടങ്ങിയ വ്യാപകമായ വിമർശനങ്ങൾ, ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ. അതെ അതെ, ഇവിടെ കോൺഗ്രസും BJP-യും അന്തർധാരയുണ്ട്. കാരണം കേരളത്തിൽ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടി ഏത് നികൃഷ്ട ശക്തികളുമായും കൂട്ടുകൂടുക എന്ന സമീപനം തന്നെയാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ പത്രസമ്മേളനത്തിലെ ചില കാര്യങ്ങൾ തന്നെ നോക്കിയാൽ മതി. ഒന്നുകിൽ ആദ്യം രാവിലെ കെ സുരേന്ദ്രൻ പത്രസമ്മേളനം വിളിച്ച് കാര്യങ്ങൾ പറയും, അതിനകത്തുനിന്ന് ചില കാര്യങ്ങൾ എടുത്തിട്ടാണ് പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തുന്നത്. അപ്പൊ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ BJP-യും കോൺഗ്രസും എല്ലാം ചേരുന്ന ഒരു സംവിധാനമായിട്ട് മാറുകയാണ്. മാത്രമല്ല, യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ ഐഡന്റിറ്റി കാർഡ് അടിച്ച് അതുമായി ബന്ധപ്പെട്ട കേസ് വന്നു. അതിനകത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ സ്വാധീനിക്കാൻ വേണ്ടി ആരാ ഇവരെ സഹായിച്ചത്? BJP-യാണ്. അപ്പൊ BJP-യും കോൺഗ്രസും തമ്മിൽ നല്ല അന്തർധാരയുണ്ട്. BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു, ഇതാ ദേശദ്രോഹ കുറ്റമാണ് ഇങ്ങനെ വ്യാജ ID കാർഡ് അടിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ പുറത്തു വന്നല്ലോ. എന്തേ ഒരു ദേശീയ ഏജൻസിയും ഒരു അന്വേഷണവും കൂടെ വരാതിരുന്നത്? ഇപ്പൊ കൃത്യമായിട്ട് ഡീൽ ഇവരുമായിട്ട് പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഒടുവിൽ നടന്നാണ് ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് അതുമായി ബന്ധപ്പെട്ട കേസ് ഒതുക്കി കൊടുത്തത്. ഇങ്ങനെ എല്ലാ ഘട്ടത്തിലും ഇവരുമായിട്ട് ഒരു രഹസ്യ ബാന്ധവം ഇവർ തുടരുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കെ സനോജാണ് നമ്മളോട് പ്രതികരിച്ചത്.